ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ഇന്നലെ ശ്ലോകം 58 വരെ നമ്മൾ പഠിച്ചു. നമുക്ക് നോക്കാം ഇനി എന്താണെന്നുള്ളത്. യുധിഷ്ഠിര മഹാരാജാവ് നാരദമുനി യുധിഷ്ഠിര മഹാരാജനോട് കാര്യങ്ങൾ പറയുന്നതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അതായത് എന്താണ് ധൃതരാഷ്ട്രർക്ക് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഗാന്ധാരിക്ക് സംഭവിക്കാൻ പോകുന്നത്, അത് ആലോചിച്ച് അങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അവര് ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് ഓൾറെഡി ഇറങ്ങിയിരിക്കുന്നു. അഷ്ടാംഗയോഗത്തിലൂടെ ധൃതരാഷ്ട്രർ അദ്ദേഹത്തിന് മുക്തി നേടാൻ സാധിക്കുന്നു, മുക്തി നേടും. ഇനി വരുന്ന 5 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു പോകും എന്നുള്ളത് പറഞ്ഞു. യുധിഷ്ഠിര മഹാരാജാവിനോട് നാരദമുനി പറയുന്നു, അവരെ കുറിച്ച് ഓർത്ത് ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ശില വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ അദ്ദേഹം പറയുന്നു, അതായത് യുധിഷ്ഠിര മഹാരാജാവ് ചിന്തിക്കുന്നു, ഞാൻ അവിടെ പോയി അവരെ കൊണ്ടുവന്നാലോ എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ, അപ്പോൾ നാരദമുനി പറയുവാണ്, ദയവ് ചെയ്ത് അവരുടെ ആ ഒരു ആത്മീയ പാതയിലുള്ള ആ ഒരു കാര്യത്തിന് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തടസ്സം നിൽക്കേണ്ട ആവശ്യമില്ല, അവരുടെ കാര്യം ഭഗവാൻ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത്രയും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഗാന്ധാരിയും ആ അഗ്നിയിലേക്ക് ധൃതരാഷ്ട്രർ 5 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുമെന്നുള്ളതും, അദ്ദേഹത്തിന്റെ ശരീരം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അഷ്ടാംഗ യോഗത്തിലൂടെ അദ്ദേഹം ബലം കൊണ്ട്, തപോബലം കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം തന്നെ ഇനി കത്താൻ പോകുന്നു. ഇനി ആ അഗ്നിയിലേക്ക് ഗാന്ധാരിയും ഇറങ്ങും എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. രണ്ടുപേർക്കും ഒരേ ഡെസ്റ്റിനേഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ആരാണ്? ബാക്കിയുള്ളത് വിതുരരാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നാരദമുനി യുധിഷ്ഠിര മഹാരാജനോട് പറയുമ്പോൾ, ആ സമയത്ത് വിതുരരുടെ കാര്യം, ഇനി അടുത്തത് വിതുരരെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതും, അല്ലെങ്കിൽ നാരദമുനിക്ക് അറിയാം. നാരദമുനി ചിന്തിക്കുന്നു, അതായത് ഇനിയിപ്പോ വിതുരരെ കൂട്ടിക്കൊണ്ടുവരാം, പോയി എവിടെയാണ് വിതുരരെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ പോയി കാര്യം, ധൃതരാഷ്ട്രം ഗാന്ധാരിയും പോകുന്ന വഴി മനസ്സിലായി, ഇനി വിതുരരെ പോയി തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ള ചിന്ത ഒരുപക്ഷെ യുധിഷ്ഠിര മഹാരാജന് വരാം. അപ്പൊ അതുകൊണ്ട് വിതുരർക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിതുരർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഇവിടെ നാരദമുനി 59ാമത്തെ ശ്ലോകത്തിൽ പറയുവാണ്. ഇത് പറയുന്നത് ശില വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറാണ്. അതായത് ഞാൻ അവിടെ പോയി വിതുരരെ തിരിച്ചു കൊണ്ടുവരാം, വിതുരരെ ഹസ്തിനാപുരത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്ത യുധിഷ്ഠിര മഹാരാജാവിന് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആദ്യം തന്നെ ആര് പറയുന്നു? നാരദമുനി പറയുന്നു, വിതുരരും അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നു. 59 നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരുനന്ദന ഹർഷാശോകായുതസ്തസ്മാത് ഗന്ധാതീർത്ഥ നിഷേവക. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 59. വിതുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരുനന്ദന ഹർഷശോകായുതസ്മാത് ഗന്ധാതീർത്ഥ നിഷേവകഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. സന്തോഷത്താലും സന്താപത്താലും ബാധിതനായ വിതുരർ പിന്നീട് പവിത്രമായ തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് യാത്രയാകും. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പോൾ ഇനി എന്താണ് ഇദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്നത്? അതായത് വിതുരർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. വിതുരരാണ് എവിടെയാണ് പോകുന്നത്? അദ്ദേഹം തീർത്ഥാടനത്തിന് പോകുന്നു. അദ്ദേഹം ഓൾറെഡി തീർത്ഥാടനത്തിന് നേരത്തെ പോയിരുന്നതാണ്. ഇനി വീണ്ടും അദ്ദേഹം തീർത്ഥാടനങ്ങൾക്ക് പോകും എന്നുള്ളതാണ്
ഇവിടെ സൂചിപ്പിക്കുന്നത്. ശില പ്രഭുപാദ്ജിയുടെ ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു, വിതുരർ കാരണം മാത്രമാണ് ധൃതരാഷ്ട്രർക്ക് ആ ഒരു പാത, അല്ലെങ്കിൽ അദ്ദേഹം ഈ അഷ്ടാംഗയോഗം ചെയ്ത് അദ്ദേഹത്തിന് മുക്തി കിട്ടാനുള്ള കാരണം, അതിന് വഴിയൊരുക്കുന്നത് വിതുരര് മാത്രമാണ് എന്നുള്ളത്. അല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ വിതുരരെ കുറിച്ച് പറയുമ്പോൾ വിതുരരുടെ ആ ഒരു വിതുരർ മഹാത്മൻ എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നാരദമുനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. വിതുരര് വലിയൊരു കാര്യമാണ് ചെയ്തത്. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഭഗവാന്റെ ഭക്തർ എപ്പോഴും മറ്റുള്ളവരുടെ ക്ഷേമമാണ് നോക്കുന്നത്, മറ്റുള്ളവരുടെ നന്മയാണ് നോക്കുന്നത്. അവർക്ക് നല്ല സദ്ഗതി വരുമ്പോൾ ഒരുപാട് അവർക്ക് സന്തോഷം ഉണ്ടാവും. കാര്യം ഭഗവാന്റെ സേവനമാണ്, ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് അവരങ്ങനെയാണ്, ഭഗവത് സേവനമാണ് ചെയ്യുന്നത്. അല്ലെ, ഒരാളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ മറ്റൊരാൾക്ക് സാധിച്ചെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ അത് ഭഗവാന്റെ സേവനമാണ് ചെയ്യുന്നത്, ഭഗവാനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളും എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തില് അല്ലെങ്കിൽ ഏത് വൈഷ്ണവ സമ്പ്രദായം എടുത്താലും ഈ പ്രചരണം എന്ന് പറയുന്ന കാര്യം, അതായത് ഒരാള് മറ്റാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇത് കൃഷ്ണാവബോധം കൊടുക്കുക എന്നുള്ളത്, ഇത് വലിയൊരു സേവനമാണ്. ഇത് ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനമാണ്. കാര്യം ഭഗവാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കാര്യം അദ്ദേഹം നമ്മളെല്ലാവരും ഭഗവാന്റെ അടുത്ത് ആത്മീയ ലോകത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഉള്ള ആത്മീയ പാതയിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അത് ഒരുപാട് വലിയൊരു ഏറ്റവും വലിയൊരു പരോപകാരമാണ് ചെയ്യുന്നത്. ഇതിനും വലിയൊരു പരോപകാരം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ശിലപ്രഭുപാദി ഒരു കാര്യം പറയുന്നു, ആചാര്യന്മാരും പറയുന്നു, വിതുരർക്ക് ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ധൃതരാഷ്ട്രരെ എന്തായാലും എവിടെ വരെ എത്തിക്കാൻ സാധിച്ചു, അദ്ദേഹത്തിന് ഒരു യോഗിയാക്കാൻ പറ്റി, അഷ്ടാംഗ യോഗിയാക്കാൻ പറ്റി. എന്നാൽ ഒരു ശുദ്ധഭക്തനാക്കാൻ, പരിശുദ്ധ അല്ലെങ്കിൽ ശുദ്ധഭക്തൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ ഭാവം എന്താണെന്നുള്ളത്, അല്ലെ? ആ ഒരു ലെവലിലേക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലത്തെ ചർച്ചയിലാന്ന് തോന്നുന്നു, ധീര എന്നുള്ളൊരു വാക്കും അതേപോലെ തന്നെ മഹാത്മാ, രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ധീര എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലെവലാണ്, അല്ലെ? എന്നാൽ മഹാത്മാവ് അല്ലെങ്കിൽ മഹാഭാഗവതൻ എന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാനം കുറച്ചുകൂടെ മുമ്പിലാണ് എന്നുള്ളത്. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു വിഷമം എന്താണെന്നുള്ളത് ശീലപ്രഭാത് ഇവിടെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തെ ഒരു പരിശുദ്ധ ഭക്തനാക്കാൻ, അതായത് എങ്ങനെയാണ് വിതുരര് ആ ഒരു ലെവലിലേക്ക് ധൃതരാഷ്ട്രരെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. എന്നാലും സന്തോഷമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇത് തന്നെ ധൃതരാഷ്ട്ര ചെയ്തല്ലോ, അതന്നെ വലിയൊരു കാര്യമാണ്. കാര്യം ഇവിടെ പ്രഭുപാദ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ധൃതരാഷ്ട്രർ പാണ്ഡവർക്കെതിരെയായിരുന്നു. പാണ്ഡവരെല്ലാവരും ഭഗവാന്റെ ശുദ്ധഭക്തരാണ്. അപ്പോൾ പാണ്ഡവർക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ധൃതരാഷ്ട്രർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രഭുപാദി പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വൈഷ്ണവർക്കെതിരെ നമ്മൾ അപരാധം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല എന്നുള്ളത്. അത് വൈഷ്ണവർക്കെതിരെ ചെയ്യുന്ന അപരാധങ്ങൾ ഭഗവാനെതിരെ ചെയ്യുന്ന അപരാധത്തെക്കാൾ അപകടമാണ്. അതാണ് പറയുന്നത്. വിതുരര് ധൃതരാഷ്ട്രർക്ക് എല്ലാം കൊടുക്കാൻ തയ്യാറാണ്. വിതുരർ, പക്ഷെ ഒരു കാര്യമുണ്ട്, എത്ര അപരാധം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ധൃതരാഷ്ട്രർ, ശരിക്കും പറയുകയാണെങ്കിൽ വൈഷ്ണവരുടെ മഹാകൃപയുണ്ടെങ്കിൽ ഈവൻ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ഒരു വൈഷ്ണവൻ ചിലപ്പോൾ ഒരുപക്ഷെ അവരെ ഇതിനപ്പുറത്തേക്കും കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ സംഭവിക്കുന്നില്ല എന്ന് മാത്രം. അത് വിതുരരുടെ കുറവല്ല, പക്ഷേ ഭഗവാന്റെ നിശ്ചയമാണ് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഒരുപാട് ലെസൺസ് പഠിപ്പിക്കുന്നു. ധൃതരാഷ്ട്രരെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടാവുന്ന മാക്സിമം അദ്ദേഹത്തിന് കിട്ടി. എന്നാൽ അതിനേക്കാൾ കൂടുതൽ കിട്ടാനുള്ള അവസരങ്ങൾ, കാര്യം ധൃതരാഷ്ട്രരെ ആദ്യം മുതലേ വിതുരർ ഉപദേശിക്കുന്നുണ്ട്. പാണ്ഡവർക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെ? അതിനേക്കാൾ മുമ്പ് തന്നെ നല്ലത് ഉപദേശിച്ചു കൊടുക്കാറുണ്ട്. കൂടുതൽ പാപങ്ങൾ, കൂടുതൽ അപരാധങ്ങൾ പാണ്ഡവർക്കെതിരെ, ഭക്തർക്കെതിരെ അദ്ദേഹം പിന്നീട് ചെയ്തിട്ടുണ്ട്. അതായത് വിതുരരുടെ ഉപദേശം കേട്ടിട്ടും അല്ലെങ്കിൽ വിതുരരുടെ ഉപദേശം വേണ്ട രീതിയിൽ എടുക്കാതെയും
ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പാപത്തിന്റെ മുകളിൽ ഒരു അപരാധം, ഒരു അപരാധത്തിന്റെ മുകളിൽ ഒരു അപരാധം, അങ്ങനെ ഒരുപാട് ചെയ്തു. ആദ്യമേ ഇദ്ദേഹത്തിന്റെ കണ്ണ് തുറക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ തീർച്ചയായിട്ടും ശുദ്ധഭക്തനായേനെ. നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തിരുന്നു, വൈഷ്ണവർ നമ്മുടെ ജീവിതത്തിൽ പലതവണ വന്നുകൊള്ളുന്നില്ല. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ വൈഷ്ണവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ വിടും. എന്നാൽ ആ വിടുന്ന സമയത്ത് നമ്മൾ ആ ഒരു അവസരത്തെ മനസ്സിലാക്കാതെ ആ ഒരു സൗഭാഗ്യം, നമ്മൾ പറയില്ലേ, മഹാലക്ഷ്മി വാതിൽക്കൽ വന്ന് മുട്ടുന്ന സമയത്ത് വേണ്ട എന്ന് പറയുന്ന പോലെ, അതേപോലെ മഹാസൗഭാഗ്യം ആണ് മുന്നിൽ വരുന്നത് വൈഷ്ണവരുടെ രൂപത്തിൽ. അതായത് ആത്മീയ പുരോഗതിയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആത്മീയ ലോകത്തിലേക്ക് നമ്മളെ ഉയർത്താനുള്ള എല്ലാം വൈഷ്ണവർ ശുദ്ധഭക്തർക്കുണ്ട്. അവർക്ക് അതിനുള്ള കഴിവുണ്ട് നമ്മളെ അവിടേക്ക് എത്തിക്കാൻ, അല്ലെ? അവർക്കാണ് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശുദ്ധ ഭക്തൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ ഒരു ഭാഗ്യം നമ്മൾ മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ കുഴപ്പമാണ്. വേറൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുവാണെങ്കിൽ, ചിലപ്പോൾ ഭക്തരുടെ ഇടയിൽ ഇപ്പോൾ ഗൗഡീയ വൈഷ്ണവ, ഇപ്പൊ നമ്മൾ ഹരികൃഷ്ണ പ്രസ്ഥാനം എടുക്കുകയാണെങ്കിൽ ഗൗഡീയ വൈഷ്ണവ പരമ്പരയാണ്. ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽ ജോയിൻ ചെയ്യുവാനും ഒരു ആത്മീയ ഗുരുവിനെ സ്വീകരിക്കാനും ദീക്ഷ എടുക്കാനും ഉള്ള അവസരങ്ങൾ നമുക്ക് പലവർക്കും വരുന്നുണ്ടാവും. ദീക്ഷ എടുക്കാത്തവരും, അല്ലെ? എല്ലാവർക്കും, ഒരുപാട് ആളുകൾക്ക് അവസരം കിട്ടും. പക്ഷെ എല്ലാവരും അതിനെ വേണ്ട രീതിയിൽ സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. കാര്യം ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും ഓപ്പർച്യൂണിറ്റി വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ സാരമില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്തയാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്, ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദീക്ഷയുടെ ആവശ്യമുണ്ടോ? ഇല്ലാതെ തന്നെ എനിക്ക് ഞാൻ ഗുരുവായൂരപ്പന ഭക്തനാണ്, ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഗുരുവായൂരപ്പ ഭക്തനാണ്, അപ്പോൾ എനിക്ക് ദീക്ഷയുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യമില്ല, ഒരു പരമ്പരയുടെ ആവശ്യമില്ല, ഗുരുവിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ നമുക്ക് തരുവാണ് ചെയ്യുന്നത്. പല പല നല്ല വൈഷ്ണവരുടെ സംഘം നമുക്ക് തരുന്നു. അവരിലേക്ക് നമ്മൾ ഭഗവാനിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വൈഷ്ണവരെ നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ആ സമയത്ത് നമ്മൾ കണ്ണടയ്ക്കുന്ന പോലെയാണ് ഇതെല്ലാം. ഇപ്പോൾ അങ്ങനെയുള്ള പ്രതീക്ഷ എടുക്കുക എന്നൊക്കെ പറയുന്നത് തമാശയല്ല. ഒരു പരമ്പരയിൽ നമ്മൾ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നതും അത് അവിടെ ഫോളോ ചെയ്യാമെന്ന് പറയുന്നത് ഇതൊന്നും തമാശയായിട്ടുള്ളൊരു കാര്യമല്ല. ഇതൊരു ട്രെൻഡുമല്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഇതൊരു ഫാഷൻ അല്ല തീർച്ചയായിട്ടും. അതേപോലെ ഇതൊരു ചെറിയൊരു കാര്യമല്ല. രണ്ട് എക്സ്ട്രീമിലേക്കും പോകരുത്. അതായത് ഫാഷൻ, ചില ആളുകൾ പറയുമോ അവരെടുത്തു ഞാനും ദീക്ഷ എടുക്കുന്നു, എല്ലാവരും. അതായത് ഒരു എന്താ പറയാ, സ്റ്റാറ്റസ് ആയിട്ട് വിചാരിക്കരുത്. ഒരു സ്റ്റാറ്റസ് അല്ല ഇത്. നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഡെസിഗ്നേഷൻസ് പൂർണ്ണമായിട്ടും പോവാണ് വേണ്ടത്. സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഋഷികേശ സേവനം ഭക്തി ഉച്ചതി. അപ്പോൾ ആ ഡെസിഗ്നേഷൻസ് എല്ലാം പോകണം. അപ്പോൾ നമ്മൾ അതിൽ അഹങ്കരിക്കരുത്. ഓക്കെ, ഇതൊരു ഫാഷൻ ആണ്, അല്ലെങ്കിൽ ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനും ചെയ്യുക, ആ ഒരു ഭാവത്തിലല്ല. ഈ ഒരു മാർഗം ആണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഈ ഒരു മാർഗമാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ അവതാരത്തിലൂടെയും അദ്ദേഹവും നമ്മളെ പഠിപ്പിക്കുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെ? എല്ലാ വൈഷ്ണവ പരമ്പരയിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗുരു ശിഷ്യര്, ഈ പറയുന്ന ഗുരു പരമ്പര, ആ ഒരു സിസ്റ്റം ഉണ്ട്. ദീക്ഷ പരമ്പരയുണ്ട്, ശിക്ഷ പരമ്പരയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല. സോ അതിന്റെ ഒത്തന്റിസിറ്റി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവസരങ്ങൾ വരുമ്പോൾ പേടിച്ച് പോവാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഭുവും പറയുന്നുണ്ടായിരുന്നു, ചായ ഉപേക്ഷിക്കാൻ പല ആളുകൾക്ക് മടി, കാപ്പി ഉപേക്ഷിക്കാൻ മടി, എല്ലാം ചെയ്യുന്നുണ്ട്, ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്, എന്നാൽ ചായ ഉപേക്ഷിക്കാൻ പറ്റില്ല, കാപ്പി ഉപേക്ഷിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വെള്ളി ഉള്ളിത്തള്ളിയും കഴിക്കാതിരിക്കാൻ സാധിക്കില്ല. ഒന്ന് നോക്കൂ, ഇതൊക്കെ ചെറിയ ചെറിയ ന്യായങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ. സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ആണ് ശരിക്കും. അപ്പോൾ ശരിക്കും നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു മാർഗത്തിൽ ആ വിശ്വാസം വന്നിട്ടില്ല. ഈ ഒരു മാർഗം, അതായത് ഭക്തി മാർഗം എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ പരോധർമ്മമാണ് എന്നുള്ളത്, യഥോ ഭക്തി രഥോക്ഷജെ എന്ന് പറയുന്നതിൽ വിശ്വാസമില്ല. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്, ഭഗവത് പ്രാപ്തിയാണ് എന്നുള്ള വിശ്വാസമില്ല. ആ വിശ്വാസം സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. ആ വിശ്വാസം സ്ട്രോങ് ആണെങ്കിൽ അതിനുവേണ്ടി, ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി എത്താൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവും.
എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറാവും നമ്മൾ, അത് കിട്ടാൻ വേണ്ടി. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഭൗതിക ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ചിലപ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യും. അല്ലെങ്കിൽ പറയൂലേ, അത് നേടാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും എന്നൊക്കെ പറയില്ലേ, ചലഞ്ച് ചെയ്തുകൊണ്ട് ചില ആളുകൾ പറയും. അതേപോലെ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഒരു സ്പോർട്സ് നല്ല കേമനായിട്ടുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ പാട്ടുകാരനാണെങ്കിൽ, നന്നായി പാടുന്ന ഒരാളാണെങ്കിൽ അവര് ഒരുപാട് കച്ചേരി ചെയ്യുന്നു, ഫേമസ് ആണ്, ഒരുപാട് അദ്ദേഹത്തിന് എന്താ പറയാ പ്രോഗ്രാംസ് ഉണ്ട്, ഒരുപാട് ആളുകൾ വിളിക്കുന്നു. അങ്ങനെയുള്ള ഒരാളോട്, അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ അത് അതിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അവർക്ക് ഒരു അംബിഷൻ ഉണ്ടാവും, എനിക്ക് ഈ ഒരു പൊസിഷനിലേക്ക് എത്തണം എന്നുള്ളത്. അല്ലെങ്കിൽ വേറൊരു, അപ്പോൾ അവര് ആ ലക്ഷ്യം മുമ്പിൽ കാണുമ്പോൾ അവിടെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ പാട്ടുകാർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, ചില തണുത്ത സാധനങ്ങൾ കുടിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അവരത് ഉപേക്ഷിക്കും. കാര്യം അവരുടെ ലക്ഷ്യം അവരുടെ മുമ്പിൽ എന്താണ്, കാര്യം അവർക്കും അവരെയും ആകർഷിപ്പിക്കുന്ന കാര്യമായിരിക്കും ഐസ്ക്രീം പോലുള്ള സാധനങ്ങളോ. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണ്. ഐസ്ക്രീം പോലുള്ള സാധനങ്ങളോ അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തൊണ്ടയ്ക്ക് പ്രശ്നമാവുമെന്ന് അവർക്കറിയാം. കാര്യം അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തടസ്സമാണെന്നറിയാം. പക്ഷെ അതിനോട് താല്പര്യമുണ്ട്, പക്ഷെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. കാര്യം അത് വേണ്ട, കാര്യം എനിക്ക് അതിനേക്കാൾ വലുത് ലക്ഷ്യമാണ്, അതിനേക്കാൾ വലുത് ലക്ഷ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് പ്രൊഫഷൻ എടുത്താലും, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒളിമ്പിക്സിൽ ഓടുന്ന ആൾക്കാരാണെങ്കിലും സ്പോർട്സിൽ കേമന്മാരായിട്ടുള്ളവരാണെങ്കിലും അവരുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി ചില കാര്യങ്ങൾ പാടില്ലാത്തതോ അല്ലെങ്കിൽ അതിന് തടസ്സമായിട്ടുള്ളതോ കാര്യങ്ങൾ അവർ ചെയ്യില്ല. കാര്യം അവരുടെ ലക്ഷ്യം സ്ട്രോങ് ആണ്. നമ്മളെ സംബന്ധിച്ച് ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ വിശ്വാസം എന്താണ് എന്നുള്ളത് വിശ്വാസം പൂർണ്ണമായിട്ടും ഇല്ല, ലക്ഷ്യത്തെക്കുറിച്ചുള്ള വിശ്വാസമില്ല, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ധാരണയും നമുക്ക് വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് പല ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ കൃപ വരുമ്പോൾ നമ്മൾ തട്ടിക്കളയുന്ന പോലെയാണ്. ഭഗവാന്റെ കൃപ നമ്മുടെ മുമ്പിൽ വരുവാണ് ചെയ്യുന്നത്. ശാസ്ത്രങ്ങൾ വളരെ ക്ലിയറായി പറയുന്നുണ്ട് ദീക്ഷയുടെ പ്രാധാന്യം, ഒരു പരമ്പരയുമായിട്ട് കണക്ട് ആവുന്നതിന്റെ പ്രാധാന്യം ഒക്കെ. കാര്യം ആ ലോകത്ത്, ആത്മീയ ലോകത്തിൽ ഈ ഒരു ദാസാനോ ദാസ് എന്നുള്ളൊരു സിസ്റ്റമാണ് അവിടെയുള്ളത്. നേരിട്ട് ഭഗവാനെ സേവിക്കുക എന്നുള്ളതല്ല, ആരുടെയെങ്കിലും, അതായത് ആ ഒരു പൊസിഷനിൽ ഓൾറെഡി ഉള്ള ശുദ്ധഭക്തരുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ സൂപ്പർവിഷനിൽ നമ്മൾ സേവനം ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ സിസ്റ്റം. ആ സിസ്റ്റം എന്ന് പറയുന്നതാണ് ഗുരുപരമ്പര സിസ്റ്റം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് ആ സേവനം, ഭഗവത് സേവനം കിട്ടുക എന്ന് പറയുന്നത് എവിടെയും പറയുന്നില്ല, അങ്ങനെ സാധിക്കില്ല സാധാരണ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ലെസൺ ആണ് പലപ്പോഴും. കാര്യം ധൃതരാഷ്ട്രർക്ക് ഇതിനേക്കാൾ വലിയൊരു പൊസിഷനിലേക്ക് എത്താമായിരുന്നു. ഇതിനു മുമ്പും ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, വിതുരർക്കും കിട്ടിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ആ ഒരു കാര്യത്തിൽ വിതുരർക്ക് ചെറിയ വിഷമമുണ്ട്. കാര്യം കുറച്ചും കൂടെ, ചിലപ്പോൾ അറിയാം, നമ്മുടെ മാതാപിതാക്കളിലോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ആളുകൾക്ക് അവർ ചിന്തിക്കൂലെ, കുറച്ചുകൂടെ നല്ലതായെങ്കിൽ, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് കുറച്ചുകൂടെ ഇത് നന്നായെങ്കിൽ, കുറച്ചുകൂടെ ഇത് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. ഓക്കെ, കുഴപ്പമില്ല, എപ്പോഴെല്ലാം കിട്ടിയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ മാർക്ക് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു, അല്ലെ, കുറച്ചുകൂടെ ട്രൈ ചെയ്തെങ്കിൽ ഇത് കുറച്ചുകൂടെ നന്നായേനെ എന്നൊക്കെ തോന്നില്ല. അതേപോലെ വിതുരർക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. 60ാമത്തെ ശ്ലോകം. ഇതി ഉക്ത്വാത രുഹത് സ്വർഗം നാരദാ സഹ തുംബുരോ യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദി കൃത്വാ ജഹാശുച. പ്രഭു ഇല്ല, പ്രീത മാതാജിയാണ് ചൊല്ലേണ്ടത്. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 60. ഇതി ഉക്താരുഹ സ്വർഗം നാരദാ സഹ തംബുരുഃ യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദി കൃത്വാ അജഹാശുചഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. അപ്രകാരം അരുളിച്ചത് ഋഷിശ്രേഷ്ഠനായ നാരദൻ അദ്ദേഹത്തിന്റെ വീണയുമായി ബഹിരാകാശത്തേക്ക് ആരോഹണം ചെയ്തു.
അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കയാൽ മഹാരാജാവ് യുധിഷ്ഠിരന് സർവ്വവിധ പരിദേവനങ്ങളും ഉപേക്ഷിക്കാൻ കഴിഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഇവിടെ പറയുന്നു നാരദമുനി അതെല്ലാം കേട്ട് നാരദമുനി അതെല്ലാം പറഞ്ഞതിന് ശേഷം യുധിഷ്ഠിര മഹാരാജാവ് ഇതെല്ലാം കേൾക്കുന്നു. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിന് സമാധാനമായി. ഇപ്പോൾ പറയും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ആ ടെൻഷൻ എല്ലാം മാറുന്നു. നാരദമുനി അദ്ദേഹത്തെ പൂർണ്ണമായും സമാധാനിപ്പിക്കുന്നു. ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, നാരദമുനി എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെ വേറെ ആരുമില്ല. അദ്ദേഹത്തിന് ആത്മീയ ശരീരമാണുള്ളത്. അദ്ദേഹത്തിന് ആ ശരീരം ആത്മീയ ശരീരത്തിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ലോകത്തിലെ ഏത് ബ്രഹ്മാണ്ടങ്ങളിലേക്കും പോവാം, അല്ലെങ്കിൽ ആത്മീയ ലോകത്തിലേക്ക് പോവാം, പാതാള ലോകത്തിലേക്ക് പോവാം. എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് പോവാൻ സാധിക്കും. അത്രമാത്രം ആ ഒരു ഭഗവാന്റെ കൃപയുണ്ട് അദ്ദേഹത്തിന്. കാര്യം അദ്ദേഹം ഭഗവാന്റെ വളരെ വളരെ പ്രിയപ്പെട്ട ഭക്തനാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നാരദമുനിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് ഒരു കാര്യം കൂടെ പറയുന്നു. നാരദമുനിയും അദ്ദേഹത്തിന്റെ മുന്നുള്ള ജന്മത്തിൽ അദ്ദേഹം ഒരു ശൂദ്രാണിയുടെ പുത്രനായിരുന്നു. എന്നാൽ മഹാഭാഗവതരുടെ സംഘത്തിലൂടെ, അവരുടെ അസോസിയേഷനിലൂടെ, അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്, ഉപദേശങ്ങൾ അനുസരിച്ച് നാരദമുനി ബാക്കി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് ഈ നാരദമുനിയുടെ പൊസിഷൻ കിട്ടി. നാരദമുനി ആയത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ ശിലപ്രഭുപാദ ഒന്നും കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നാരദമുനിയുടെ പാത പിന്തുടരണം എന്നുള്ളത്. നാരദമുനിയുടെ പാത പിന്തുടരുക എന്ന് പറയുന്നത് എന്താണ്? നാരദമുനിയെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന ഇൻസ്ട്രക്ഷൻസും അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ. അതാണ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അങ്ങനെ ശിലപ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ സമാപിക്കുന്നു. 13ാമത്തെ അധ്യായം. ഇനി 14ാമത്തെ അധ്യായത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എന്തെങ്കിലും 13ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയാം. നമ്മൾ അല്ലെങ്കിൽ 14ലേക്ക് കടക്കാൻ പോകുന്നു. ഒന്നുമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ, 14ാമത്തെ അധ്യായം വല്ലാത്തൊരു നമുക്ക് മനസ്സിൽ വിഷമം തരുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. പക്ഷെ എന്നാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ശ്ലോകം 1. ഭഗവാൻ കൃഷ്ണന്റെ തിരോഭാവ, അദ്ദേഹം തിരിച്ച് ഈ ഭൗതികലോകം, അദ്ദേഹം തിരിച്ച് ആത്മീയ ലോകത്തിലേക്ക്, അവതാരത്തിന്റെ ലക്ഷ്യം കഴിയുമ്പോൾ തിരിച്ച് ആത്മീയ ലോകത്തിലേക്ക് പോകുന്ന കാര്യവും അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച്, തിരിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഇതിലൂടെ ഈ 14ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. സൂതോവാച സംപ്രതിഷ്ഠേ ദ്വാരകായാം ജിഷ്ണോ ബന്ധു ദിദിക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. ഗണപതി പ്രഭു. ഹരേ കൃഷ്ണ. ഗണപതി പ്രഭു ഉണ്ടോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൈക്കോൺ ചെയ്യാൻ മറന്നുപോയി. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണോ ബന്ധു ദിദൃക്ഷയാ ജാതം ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിശേഷ്ടിതം. വിവർത്തനം. ശ്രീലപ്രഭാത് കി ജയ്. ഹരേ കൃഷ്ണ. ശ്രീ ശൂത ഗോസ്വാമി പറഞ്ഞു, അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെയും മറ്റു ബന്ധുമിത്രാദികളെയും സന്ദർശിക്കാനായും ഭഗവാന്റെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടുന്ന് നിന്ന് അറിയാനുമായി ദ്വാരകാപുരിയിലേക്ക് പോയി. ഹരേ കൃഷ്ണ.
സൂത ഗോസ്വാമി പറയുന്നു, അർജുനൻ എന്താണ് ഭഗവാന്റെ ഇനിയുള്ള പരിപാടികൾ, ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയുവാനും ഭഗവാനെ കാണുവാനും ബാക്കി കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പോവുകയാണ്. അപ്പോൾ അവിടെ പോയി ദ്വാരകയിലെ മറ്റുള്ള സുഹൃത്തുക്കളെയും ബാക്കിയുള്ള ബന്ധുജനങ്ങളെയും ഒക്കെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ സൂത ഗോസ്വാമി അങ്ങനെ അർജുനൻ അവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത് ഇവിടെ. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, പാണ്ഡവരെല്ലാവരും ഭഗവാന്റെ ശുദ്ധഭക്തരാണ്, ഭഗവാന്റെ പാർഷദരാണെന്നാണ് പറയുന്നത്. അതായത് ഈ ലോകത്തിലെ അല്ല, ആത്മീയ ലോകത്തിലെ അവരെല്ലാവരും പരിശുദ്ധ ഭക്തരാണ്. അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയുന്നു അർജുനനെ കുറിച്ച് ശില പ്രഭുപാദി എടുത്തു പറയുന്നു ഇവിടെ. അർജുനൻ ഭഗവാന്റെ അദ്ദേഹത്തിന്റെ നിത്യധാമത്തിലെ സുഹൃത്ത് തന്നെയാണ്. ദ്വാരകയിലെ സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം. ദ്വാരക അല്ലെങ്കിൽ അവിടുത്തെ ലീലകളിൽ അപ്പോൾ അർജുനൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുര മണ്ഡലം. ഇപ്പോൾ ആത്മീയ ലോകത്തില് ഗോലോക വൃന്ദാവനത്തിൽ വൃന്ദാവനമുണ്ട്, അതേപോലെ മധുരയുണ്ട്, ദ്വാരകയുണ്ട്, എല്ലാം പല പല സ്ഥലങ്ങളും ഉണ്ട് അവിടെ. അപ്പൊ അവിടെ വൃന്ദാവനത്തിലല്ല അർജുനനുള്ളത്, എന്നാൽ ദ്വാരകയിലും അതേപോലെ മധുരയിലും ആ ഒരു സെക്ഷനിലാണ് അർജുനൻ പാണ്ഡവരൊക്കെ ഉള്ളത്. അതാണ്. അപ്പോൾ എന്തായാലും ഭഗവാന്റെ നിത്യപാർഷദനാണ് എന്നുള്ളത് പ്രഭുപാദ് ഇവിടെ പറയുന്നു. അപ്പോൾ ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടി പോകുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി പോകുന്നു. രണ്ടാമത്തെ ശ്ലോകം. വ്യതിതാ കതിചിൻ മാസാസ് തദാ നായാതതോർജുന ദദർശാഘോര രൂപാണി നിമിത്താനി കുരുദ്വഹ. ഉഷ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 2. ഓം നമോ ഭഗവതേ വാസുദേവായ. വ്യതീതാ കതിചിന്മാസാ തഥാ നായാതതോർജുന ദദർശാഘോരരൂപാണി നിമിത്താനി കുരുദ്വഹ. വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. കുറെ മാസങ്ങൾ കടന്നുപോയ ശേഷവും അർജുനൻ മടങ്ങി വന്നില്ല. അപ്പോൾ മഹാരാജാവ് യുധിഷ്ഠിരൻ ഭയാനകങ്ങളായ ചില ദുശ്ശകുനങ്ങൾ ദർശിക്കുവാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. അപ്പോൾ അർജുനൻ കൃഷ്ണനെ കാണുവാനും മറ്റുള്ള സുഹൃത്തുക്കളെ കാണുവാനും വേണ്ടി ദ്വാരകയിലേക്ക് പോകുന്നു. ഭാവി പരിപാടികൾ എന്താണെന്ന് അറിയാനൊക്കെ വേണ്ടി പോകുന്നതാണ്. അവിടെ പോയി അർജുനൻ തിരിച്ചു വരുന്നത് കാണുന്നില്ല. കുറെ മാസങ്ങളായി അർജുനൻ വന്നിട്ടില്ല. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് വ്യാകുലതയായി, ആദിയായി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അർജുനൻ തിരിച്ചെത്തിയിട്ടുമില്ല. മാത്രമല്ല ഒരുപാട് അപശകുനങ്ങൾ അദ്ദേഹം കാണുന്നു. എന്തോ അപ്പോൾ പ്രശ്നമുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് കിട്ടുവാണ് ചെയ്യുന്നത്. ഓക്കെ. ശില പ്രഭുപാദി ഇവിടെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാൻ ഉള്ള സമയത്ത്, ഭഗവാൻ ഈ ലോകത്തിൽ വരുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും അല്ലെ. ഭഗവാൻ വരുമ്പോൾ ഐശ്വര്യ ദേവത ലക്ഷ്മി ദേവി കൂടെ തന്നെ ഭഗവാന്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് സമ്പൽ സമൃദ്ധിയും ധർമ്മവും ജ്ഞാനവും ഒക്കെ ഉണ്ടാവും അല്ലെ. എന്നാൽ ഭഗവാൻ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ധർമ്മവും ജ്ഞാനവും ഒക്കെ പോകുന്നു. ഏതാണ് ശ്ലോകം? 1:3:43 പറയുന്നു, കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മ ജ്ഞാനാദിബീ സഹ. ഭഗവാൻ തിരിച്ചു സ്വധാമത്തിലേക്ക് പോയപ്പോൾ കൂടെ ധർമ്മവും ജ്ഞാനവും തിരിച്ചു പോയി എന്നുള്ളത് അല്ലെ. ഭഗവാൻ ഉള്ള സമയത്ത് ധർമ്മമുണ്ട്, ജ്ഞാനമുണ്ട്, ബാക്കിയുള്ള ശാന്തി, സമാധാനം, എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും. എന്നാൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അദ്ദേഹം തിരിച്ച് സ്വധാമത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ സൂര്യൻ അസ്തമിച്ച പോലെയാണ്. അപ്പോൾ ഭഗവാൻ ഉള്ളപ്പോൾ സൂര്യൻ ഉദിച്ച പോലെയാണ്, അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന പോലെയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. യുധിഷ്ഠിര മഹാരാജാവിനും അറിയില്ല, അർജുനനെ ആണെങ്കിൽ കാണുന്നുമില്ല. പക്ഷേ മോശമായിട്ടുള്ള അപശകുനങ്ങളും അദ്ദേഹം പല മോശമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അപശകുനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ രാജ്യത്ത് അദ്ദേഹം കാണുന്നു. സാധാരണ അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ രാജ്യത്തില്ല. അദ്ദേഹത്തിന്റെ രാജ്യം നമുക്കറിയാം, യുധിഷ്ഠിര മഹാരാജാവ് ഭരിച്ചിരുന്ന സമയത്ത് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധർമ്മവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാജ്യം ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ കുറച്ച് പല സ്ഥലങ്ങളിലും ഗ്ലാനി അദ്ദേഹം കാണുന്നു. അപ്പോൾ പല അപശകുനങ്ങളും കാണുന്നു. അതിലൂടെ അദ്ദേഹത്തിന് തോന്നുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്
ഉള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് സംശയങ്ങൾ വരുവാണ് ചെയ്യുന്നത്. ഒരുപാട് സംശയങ്ങൾ വരുന്നു. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? പക്ഷെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. ഇനി എന്താന്ന് നോക്കാം. 3-ാമത്തെ ശ്ലോകം. കാലസ്യ ചഗതിം രൗദ്രാം വിപര്യാസ്താർത്തു ധർമ്മിണഃ പാപീയസീം നൃണാം വാർത്താം ക്രോധലോഭാ നൃതാത്മനാം. ഓക്കെ, വായിക്കേണ്ടത് ഷീലമാതാജി. കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ. ശ്ലോകം 3. കാലസ്യ ജഗതിം രൗദ്രാം വിപര്യസ്തർതു ധർമ്മിണഃ പാപിയസീം നൃണാം വാർത്താം ക്രോധലോപാനൃതാത്മനാം. വിവർത്തനം ബൈ ശ്രീലപ്രഭാതയ്ക്ക് ജയ്. അനാത്യന്തമായ കാലചക്രങ്ങളുടെ ഗതിക്ക് മാറ്റം സംഭവിച്ചത് ദർശിച്ച് അദ്ദേഹം അത്യന്തം ഭയചകിതനായി. ഋതുക്കളുടെ ആനുപൂർവ്യങ്ങൾക്ക് ഭംഗമുണ്ടായി. സാമാന്യ ജനങ്ങൾ അത്യാഗ്രഹികളും വഞ്ചകരും ശുണ്ഠിയുള്ളവരുമായി തീർന്നു. മാത്രവുമല്ല, അവർ അത്യന്തം ഹീനമായ ഉപജീവന മാർഗങ്ങൾ സ്വീകരിക്കുന്നതായും അദ്ദേഹം ദർശിച്ചു. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ 3-ാമത്തെ ശ്ലോകത്തിലും ഇനി 4-ലും അദ്ദേഹം കാണുന്ന പല അപശകുനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സമയത്തിന്റെ ഒരു വ്യത്യാസം അദ്ദേഹത്തിന് തോന്നുന്നു. അതായത് കാലാവസ്ഥകളൊക്കെ മാറി വരുന്നു. കാലാവസ്ഥകൾ സാധാരണ അതിന്റെ പർട്ടിക്കുലർ ഒരു സമയമുണ്ട്, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടല്ലോ. ആ സമയം ഒക്കെ മാറി അത് റെഗുലർ അല്ലാത്ത ആവുന്നൊരവസ്ഥ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിലൂടെ അദ്ദേഹത്തിന് തോന്നുവാണ്. എന്തൊക്കെയോ ഇതൊക്കെ ചീത്ത ശകുനങ്ങളാണ്, അപ്പോൾ നല്ല ശകുനങ്ങളല്ല. അതുകൊണ്ട് എന്തോ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നു. ഒന്ന്, കാലാവസ്ഥ മാറുന്നത് അദ്ദേഹം കാണുന്നു. അതേപോലെ തന്നെ ആളുകൾ ഒരുപാട് അത്യാർത്തി ആളുകളിൽ ചതി, വഞ്ചന, അതേപോലെ അവനവന്റെ ഉപജീവന മാർഗത്തിന്റെ പേരിൽ ജീവിക്കാൻ വേണ്ടി പല മോശമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നു. മോശമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അവര് സമ്പാദിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് കാണുന്നു. ഇതൊന്നും അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതൊക്കെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ശീല പ്രഭുപാജി ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാനുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി നിൽക്കുമ്പോൾ, ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാം നല്ലതായിരിക്കും. അദ്ദേഹത്തിൽ നിന്ന് ഒരു ഡിസ്കണക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെ, നമ്മുടെ ബാറ്ററി, നമ്മൾ ഫോണും ലാപ്ടോപ്പും ഒക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കും. എന്നാൽ കണക്ഷൻ നമ്മൾ മാറ്റുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി കഴിഞ്ഞാൽ അത് പോകും. അതേപോലെ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കണക്ഷൻ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്കണക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തകരാറാവും. അതായത് ഈ പറയുന്ന കാലാവസ്ഥ മാറുന്നതോ, ബാക്കിയുള്ള അത്യാർത്തിയും ദേഷ്യവും ചതിയും വഞ്ചനയും അങ്ങനെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നതിൽ അത്ഭുതം പറയാൻ സാധിക്കില്ല. കാര്യം ഭഗവാനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഭഗവാനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം തകർച്ചയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവിധ തകർച്ചയും, അതായത് ഈ വർണ്ണാശ്രമ ധർമ്മം തകരുന്നു. ആളുകൾ തോന്നിയ രീതിയിൽ അവരുടെ ഇഷ്ടം അനുസരിച്ച് പലതും ചെയ്യുന്നു. അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് പിന്നീട് ഉണ്ടാവുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് അതിന്റെയൊക്കെ ഒരു തുടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങൾ മുന്നിൽ വരുന്നു. ശ്രീല പ്രഭുപാദ് പറയുന്നു, ഈ ഒരു അന്ധകാരത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ, ആളുകളെ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തെ മുഴുവനും, ലോകം മുഴുവനും എല്ലാവരെയും, ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കുവാനും, ലോകത്തിലുള്ള എല്ലാവിധ ഇങ്ങനെയുള്ള പല മോശമായിട്ടുള്ള കാര്യങ്ങളും വേരോടെ പറിച്ചു കളയാനുള്ള ഒരേ ഒരു മാർഗം, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നത് ശ്രീമദ് ഭാഗവതമാണ്. ശ്രീമദ് ഭാഗവതമാവുന്ന സൂര്യൻ, അല്ലെ, കലോ നഷ്ടാദൃശാമേഷ പുരാണ ആർക്കോ ധനോദിത. ശ്രീമദ് ഭാഗവതം ഉദിക്കുന്നത് കലിയുഗത്തിലെ ആളുകളെ, അന്ധകാരത്തിലിരിക്കുന്ന, അവിദ്യയിലിരിക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾക്ക് വെളിച്ചം പകർന്നു തരാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ആ ശ്രീമദ് ഭാഗവത്തെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് രക്ഷയുണ്ടാവും എന്നുള്ളതും ഇവിടെ പ്രഭുപാദ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശ്ലോകം 4. ജിഹ്മാപ്രായം വ്യവഹൃതം ഷാട്യാമിശ്രം ച സൗഹൃദം പിതൃമാതൃ സുഹൃഭ്രാതർ ദമ്പതീനാം ച കൽക്കനം. രമാബായി മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. ജിഹ്മപ്രായം വ്യവഹൃതം ഷാഢ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃ സുഹൃദ്ഭാതൃ ദമ്പതീനാം ച കൽക്കനം. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. എല്ലാ സാമാന്യ വ്യവഹാരങ്ങളും ഇടപാടുകളും മിത്രങ്ങൾ തമ്മിലുള്ളവ പോലും വഞ്ചനകളാൽ പങ്കിലമായി തീർന്നു. കുടുംബകാര്യങ്ങളിലാകട്ടെ പിതാവ്, മാതാവ്, പുത്രന്മാർ എന്നിവർക്കിടയിലും സുഹൃത്തുക്കൾക്ക് മധ്യേയും സഹോദരങ്ങൾക്ക് മധ്യേയും സദാ തെറ്റിദ്ധാരണകളുണ്ടായി. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും സദാ പിരിമുറുക്കവും കലഹവും ഉണ്ടായി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അപശകുനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? കാര്യം ഇതൊക്കെ കലിയുഗത്തിലെ സ്പെഷ്യാലിറ്റിയാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ കാലാവസ്ഥ മാറി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഞാൻ ഇപ്പൊ പ്രായം, നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. എൻ്റെ പ്രായം അനുസരിച്ച് തന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കേരളത്തിലുണ്ടായിരുന്ന ഒരു കാലാവസ്ഥയെ അല്ല ഇന്നത്തെ കാലത്ത്. പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഒരു നവംബർ ഡിസംബർ ഒക്കെ വളരെ പ്ലസന്റ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു അവിടെ. നവംബർ ഡിസംബർ ജനുവരി ഒക്കെ സാധാരണ ഇതേപോലെ ചൂടൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ കേരളത്തില് 12 മാസവും ചൂടാണ്. ഒരേപോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാറുന്നു? കാര്യം മാറാനുള്ള കാരണം നേരത്തെ അതിനുള്ള ഉത്തരം നമ്മൾ ഓൾറെഡി നമുക്കറിയാം. ഉത്തരം എന്താണ്? ഭഗവാനിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ആവുമ്പോഴാണ്, ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഒരുപാട് പാപങ്ങൾ ആളുകൾ ചെയ്യുന്നു, മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൂടെ ഇതെല്ലാം തകരുവാണ് ചെയ്യുന്നത്. കാര്യം കൂടുതൽ പാപങ്ങളും കൂടുതൽ മോശമായിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ വികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ, ഭഗവാനുമായിട്ടുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ അകലം കൂടുന്നതനുസരിച്ച് പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരിക്കും. ചതിയും വഞ്ചനയും ഇനി എന്തിനു പറയണം, എല്ലാവിധ മോശമായിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നോക്കൂ, ഇപ്പോൾ 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആളുകൾ തമ്മിലുള്ള സ്നേഹബന്ധം ഇല്ലാതാവുന്നു. സുഹൃത്തുക്കളുടെ ഇടയിൽ ചതിയും വഞ്ചനയും പ്രശ്നങ്ങളും വരുന്നു. എന്തിനു പറയണം? സുഹൃത്തുക്കള്, സ്വന്തം വീട്ടിൽ സഹോദരങ്ങൾ തമ്മിലുള്ള സഹോദരങ്ങളും സഹോദരികളും, അതായത് ഒരച്ഛന്റെയും അമ്മയുടെയും മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നു. പിന്നെ അതേപോലെ തന്നെ അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധം പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തിൽ അതായത് ആ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട്. സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രശ്നമുണ്ട്. എല്ലായിടത്തും ചതിയും വഞ്ചനയും നടക്കുന്നു. ഇന്നത്തെ കാലത്ത് കാണുന്നതാണോ? തീർച്ചയായിട്ടും ഇതെല്ലാം കാണുന്നു. അപ്പൊ ഇതെല്ലാം ഭഗവാനെ മറക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങളുടെ പുറകിൽ ഓടുന്നു, അല്ലെങ്കിൽ ലോകത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ, അതായത് പല ആളുകളും പലതും ചെയ്യുന്നു. അതെല്ലാം അങ്ങനെയുള്ള കൾച്ചറൊക്കെ നിർഭാഗ്യവശാൽ നമ്മളും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാര്യം സനാതനധർമ്മം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സനാതനധർമ്മത്തിന്റെ ഒരു അടിസ്ഥാനം, ഉറവിടം, അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്, ആസ്ഥാനം ഭാരതഭൂമിയാണ്. ഭാരതഭൂമിയിൽ എന്നാൽ ഇന്നത്തെ കാലത്തുള്ള കൾച്ചർ ഒന്നും പറയാനില്ല എങ്ങനെയാണെന്നുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം ഭഗവാനെ മറക്കുന്നു, ധർമ്മം മറക്കുന്നു, സനാതനധർമ്മത്തെ മറന്ന് പെരുമാറുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം നമുക്ക് ലെസൺ എന്താണ് ഉള്ളത്? ഈ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, കൂട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നു, അല്ലെ? ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരുപാട് വാക്ക് തർക്കങ്ങൾ വരുന്നു.
അപ്പോൾ ഇതെല്ലാം വരാനുള്ള മെയിൻ കാരണം നേരത്തെ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാനെ നമ്മൾ ജീവിതത്തിൽ കേന്ദ്രബിന്ദുവാക്കി മാറ്റിയിട്ടില്ല. എന്നാൽ ഭഗവാനെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാക്കി മാറ്റി കഴിഞ്ഞാൽ ശാന്തിയും സമാധാനവും ഈ കോപ്പറേഷൻ, ആളുകളുമായിട്ടുള്ള ആ ഒരു കോപ്പറേറ്റ് ചെയ്ത യൂണിറ്റി, ഇതെല്ലാം ഉണ്ടാവും. ആ കണക്ഷൻ, പരസ്പരം നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ടാണ്, ഭാഗവതമാണ്, നാമമാണ്, ഭക്തിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ശാന്തിയും സമാധാനവും സൗഹൃദവും ഒക്കെ ഉണ്ടാവും. ചതിയും വഞ്ചനയും അതൊക്കെ ചെറിയ രീതിയിൽ ചിലപ്പോൾ, എന്നാലും പല പല മോശമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു എക്സ്ട്രീം കേസിലേക്ക്, എക്സ്ട്രീം സിറ്റുവേഷനിലേക്ക് പോവില്ല. ഐഡിയലി പറയുവാണെങ്കിൽ ഭഗവാൻ ആ ഒരു ഭാവത്തിൽ എല്ലാവരും ആ ഒരു ആത്മീയമായിട്ടുള്ള പാതയിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നല്ല സ്നേഹബന്ധമായിരിക്കും. അവിടെ ചതിയും വഞ്ചനയും ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു. ദുഃഖി, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ നമ്മൾ പങ്കുചേരുന്നു. അവരുടെ ദുഃഖം കാണുമ്പോൾ കൂടുതൽ വിഷമമാവുന്നു, അല്ലെ? ആ ഒരു ഭാവത്തിലേക്കൊക്കെ വരുക എന്ന് പറയുന്നത് ഭഗവാനെ നമ്മൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മാറ്റുമ്പോഴാണ്. ഇല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന പോലെ ഈ പറയുന്ന എല്ലാ മോശമായിട്ടുള്ള സംഭവങ്ങളും സംഭവിക്കും. അത് കുടുംബത്തിൽ സംഭവിക്കും, നമ്മുടെ രാജ്യത്ത് സംഭവിക്കും, ലോകത്ത് സംഭവിക്കും, എല്ലായിടത്തും സംഭവിക്കും. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരേ ഒരു സൊല്യൂഷൻ ഭഗവാനാണ്. അതാണ് ഭഗവാനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ഭാഗവത ധർമ്മം അനുസരിച്ച് ജീവിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രഭുപാദി ഭാവാർത്ഥത്തിലും ഇത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്നുള്ളതും, ഭഗവാന്റെ അംശമായി തന്നെ സേവകൻ, ദാസനായിട്ട് തന്നെ നമ്മൾ ആ ഒരു ഭാവത്തിലാണ് മുന്നോട്ട് പോവേണ്ടത്, ജീവിക്കേണ്ടത്. എന്നാൽ അതിന്റെ ഇടയിൽ നമ്മൾ ബോസ് ആണെന്ന്, ദാസ് മാറി ബോസ് ആവാനുള്ള ഉദ്ദേശം വരുമ്പോഴാണ് ഇതെല്ലാം താറുമാറാവുന്നത് എന്നുള്ളത്. എന്നാൽ നമ്മൾ അല്ലാതെ ഭഗവത് ഭാവനയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ഭക്തിയോടുകൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എല്ലാം ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. 5-ാമത്തെ ശ്ലോകം. നിമിത്താനി അത്യാരിഷ്ടാനി കാലേതോ അനുഗതേ നൃണാം ലോഭാദി അധർമ്മ പ്രകൃതിം ദൃഷ്ടോ വാചാനുജം നൃപ. സീതാ മാതാജി. കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. നിമിത്താനതിരിഷ്ടാനി കാലേ ത്വ അനുഗതേ നൃണാം ലോഭാദ്യുധർമ്മ പ്രകൃതി ദൃഷ്ടോ ഉവാചാനുജം നൃപാഹ. വിവർത്തനം ശ്രീല പ്രഭാതർക്ക് ജയ്. കാലക്രമേണ ജനങ്ങൾക്ക് പൊതുവെ അത്യാർത്തി, കോപം, അഹങ്കാരം മുതലായവ ശീലമായി തീർന്നു. ഈ നിമിത്തങ്ങളെല്ലാം നിരീക്ഷിച്ച മഹാരാജാവ് യുധിഷ്ഠിരൻ തന്റെ അനുജനോട് ഇപ്രകാരം പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. അപ്പോൾ ഇങ്ങനെയുള്ള പല പല അപശകുനങ്ങളും യുധിഷ്ഠിര മഹാരാജാവ് കാണുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന് കൺസേൺ ആവുന്നു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരനോട് സംസാരിക്കുന്നതാണ് പറയുന്നത്. ആരോടാണ് സംസാരിക്കുന്നത്? ഭീമസേനോടാണ് പറയുന്നത്. കാര്യം അർജുനൻ അവിടെ ഇല്ല, ഓൾറെഡി അർജുനൻ ദ്വാരകയിലേക്ക് പോയിരിക്കുകയാണ്. ഭീമസേനോടാണ് അദ്ദേഹം പറയുന്നത്. ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നത്, യുധിഷ്ഠിര മഹാരാജാവിന് ഇത്രയും അധികം ഒരു വ്യാകുലത വരാനുള്ള കാരണം പ്രഭാത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ച് ചതിയും വഞ്ചനയും പ്രശ്നങ്ങളും അടിയും പിടിയും വീട്ടിലുള്ള പ്രശ്നങ്ങളും കൂട്ടുകാർ തമ്മിലുള്ള അടിയും ഇതൊന്നും നമുക്ക് പുത്തരിയല്ല, അല്ലെ? നമ്മൾ പുത്തരി എന്ന് പറയില്ലേ? അതായത് ഇതൊന്നും വലിയ കാര്യമല്ല. കാര്യം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും, നാച്ചുറൽ. കലിയുഗത്തിൽ നാച്ചുറലി നടക്കുന്ന കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ദ്വാപര യുഗത്തിൽ അങ്ങനെയല്ല കാര്യം. യുധിഷ്ഠിര മഹാരാജാവിന് ഇത് കാണുമ്പോൾ അത്ഭുതമാവുന്നു. ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പാടില്ല, എന്താണിത് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർ വരുന്നത്. കാര്യം അവരിതൊന്നും കണ്ടിട്ടില്ല.
ചതിയും വഞ്ചനയും ഈ പറയുന്ന മറ്റുള്ള പ്രശ്നങ്ങളൊന്നും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജ വല്ലാതെയായി പോകുന്നത് ചിന്തിക്കുമ്പോൾ. ഒന്നാമത് അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അദ്ദേഹം കണ്ടിട്ടുമില്ല. ആ ഒരു യുഗത്തിൽ ആളുകൾ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് നമുക്കിതൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല. ഇതൊക്കെ അതായത് ഈ പറയുന്ന നമ്മൾ ഇന്നത്തെ കാലത്ത് മീഡിയ തുറന്നാലും എന്ത് തുറന്നാലും കാണുന്ന കാഴ്ചകളൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഭയങ്കരമാണ്, അപകടം നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും മോശമാണ് എന്നുള്ളൊരു ചിന്ത ആളുകൾക്ക് ഇന്നത്തെ കാലത്തില്ല. അതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ഇപ്പോൾ മദ്യപാനം, പുകവലി എന്ന് പറയുന്ന സംഭവങ്ങൾ പോലും സിനിമയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും വളരെയധികം പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതില് ഇപ്പൊ നായകൻ അത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നാച്ചുറലി യങ് ജനറേഷനിലുള്ള ആളുകൾക്ക് അതിനോടുള്ള ഒരു ഓക്കെ, ഞാനും എന്തുകൊണ്ട് ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇതൊരു ട്രെൻഡാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. ആൺകുട്ടി എന്ന് പറയുമ്പോൾ പുകവലി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മദ്യപിച്ചില്ലെങ്കിൽ ആൺകുട്ടിയാവില്ല എന്നുള്ള കൺസെപ്റ്റും സ്ത്രീകൾ പല വേറെ രീതിയിൽ ചിന്തിക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങൾക്കും ഫ്രീഡം ഇല്ല, പുരുഷന്മാർ ചെയ്യുന്നതൊക്കെ ഞങ്ങളും ചെയ്യണം. അപ്പോൾ അവർ അതിനുവേണ്ടി വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് കൂട്ടരും പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു പല പല കാര്യങ്ങളും. ഇതൊക്കെ നാച്ചുറൽ അല്ല, അതൊന്നും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് നോർമൽ ആയിട്ടുള്ള സംഭവമായി മാറിയിരിക്കുന്നു. ഇതില്ലെങ്കിൽ ഇത് നോർമൽ അല്ല. ഇപ്പോൾ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ 10 വയസ്സ് 12 വയസ്സ് 13 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ അവരെ സൊസൈറ്റിയിലെ അവര് പുറത്താക്കപ്പെട്ട ആളുകളെ പോലെയാണ് ആളുകൾ നോക്കിക്കാണുക. ഓ, ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഇല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു കുറവാണ് അവർക്ക്. അങ്ങനെയുള്ള കൾച്ചറാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള കൾച്ചറാണ് അങ്ങനത്തെ സ്ഥലങ്ങളിലുള്ളത്. അപ്പൊ നോക്കൂ, അതേപോലെ ആയി മാറുന്നു നമ്മുടെ സനാതന ധർമ്മത്തിന്റെ എല്ലാമായിട്ടുള്ള ഈ ഭാരതഭൂമിയിൽ. ശ്രീമദ് ഭാഗവത്, ഭഗവാൻ പരമദിവോത്തമ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച സ്ഥലം, ഭഗവാൻ ശ്രീ രാമചന്ദ്രൻ അവതരിച്ച സ്ഥലം, എല്ലാ ഭഗവാന്റെ അവതാരങ്ങളും വരുന്ന സ്ഥലമാണ്. എല്ലാവിധ എത്രയോ ശുദ്ധഭക്തരുണ്ട്. എന്നിട്ടും നമ്മൾ കാണുന്നു ആളുകൾ വളരെ മോശമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. എനിവേ, അതിൽ നിന്നൊക്കെ പുറത്തു വരാനുള്ള മാർഗമാണ് ഈ ഭാഗവതവും ഹരിനാമവും ഒക്കെ. ഇപ്പൊ കലിയുഗത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെ. കലിയുഗത്തിൽ കലേർ ദോഷനിധേ രാജൻ, അതായത് ഇവിടെയുള്ള ദോഷങ്ങൾ സമുദ്രം പോലെയാണ്, ദോഷങ്ങൾക്ക് കുറവൊന്നുമില്ല. പക്ഷേ ആരാണോ ഭാഗവതത്തെ മുറുക്കി പിടിക്കുന്നത്, ആരാണോ ഹരിനാമത്തെ മുറുക്കി പിടിക്കുന്നത്, അവർക്ക് രക്ഷയുണ്ട്. അവർക്ക് എളുപ്പത്തിൽ ഭഗവത് സാക്ഷാത്കാരം നേടുവാൻ സാധിക്കുന്നു. മറ്റുള്ള യുഗങ്ങളിലെ പ്രോസസ്സും ബുദ്ധിമുട്ടായിരുന്നു. അത് കിട്ടാനുള്ള ആ ഒരു പ്യൂരിറ്റിയും ഒരുപാട് വേണമായിരുന്നു. ഇതും കൂടെ ഓർക്കണം. അതായത് മറ്റുള്ള യുഗങ്ങളിൽ ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗങ്ങൾ വേറെയായിരുന്നു. നമുക്കറിയാം, ധ്യാനം സത്യയുഗത്തിലെ, അതേപോലെ യജ്ഞങ്ങൾ ത്രേതായുഗത്തിലെ, ദ്വാപരയുഗത്തിലെ ശ്രീമൂർത്തി വിഗ്രഹാരാധന. അത് ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന പോലെയല്ല, അത് ഹൈ ക്ലാസ് ആയിട്ട് ഹൈ സ്റ്റാൻഡേർഡിൽ ചെയ്യുന്ന ഒരു സംഭവം. അതിലൂടെയാണ് ആത്മസാക്ഷാത്കാരം, ഭഗവത് മാർഗം, ഭഗവത് സാക്ഷാത്കാരം നടക്കുന്നത്. എന്നാൽ ആ മാർഗങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കില്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല, അത് അവര് ചെയ്യുമ്പോൾ തന്നെ അതിൽ തന്നെ അവര് അത്രയും പ്യൂരിറ്റി അവർക്ക് ആവശ്യമായിരുന്നു. എന്നാലാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതൽ. ഇന്നത്തെ കാലത്ത് മാർഗവും എളുപ്പം, പ്യൂരിറ്റിയുടെ ആവശ്യമില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപയാണത്. കാര്യം പ്യൂരിറ്റി ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു എല്ലായിടത്തും പോയി യോഗ്യത ഉള്ളവർക്കും യോഗ്യത ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ മുഹമ്മദ് പറഞ്ഞു കൊടുക്കുന്നു അല്ലെ. ചൈതന്യ ചരിതാമൃതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നു എല്ലാവർക്കും അയോഗ്യരായിട്ടുള്ളവരെയും വിളിച്ചു കൊടുക്കുവാണ്. വീട്ടിൽ പോയി ശ്രീ ഹരിദാസ് ഠാക്കൂറും ശ്രീ നിത്യാനന്ദ പ്രഭുവും തട്ടിമുട്ടി വിളിച്ച് പറയുന്നു, നിങ്ങൾ നാമം ചൊല്ലൂ. അതായത് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് അവര്. ഈ ഒരു സംഭവം എവിടെയും ഉണ്ടായിരുന്നില്ല.
ഏത് യുഗത്തിലും ഒരു യുഗത്തിലും ഇല്ലാത്ത കാര്യമാണിത്. മാത്രമല്ല മാത്രമല്ല നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് അല്ല. എന്നാൽ മറ്റുള്ള യുഗങ്ങളിൽ ക്വാളിഫിക്കേഷനും ചെയ്യുന്ന രീതിയും പ്യൂരിറ്റിയും ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് കുറച്ചെന്നല്ല, വളരെ എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. എന്നിട്ടും നമുക്കിത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ആരുടെ പ്രശ്നം? നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ്, അല്ലാതെ വേറെ ആരുടെയും പ്രോബ്ലം അല്ല. ഇപ്പോൾ ഭഗവാൻ പല രീതിയിലൂടെ നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നന്ദിയോടുകൂടി ഇത് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ആചരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇനി അവസാനത്തെ ശ്ലോകം, നമുക്കൊരു ശ്ലോകം കൂടെ വായിക്കാം. മാതാജി, ദേവു മാതാജിക്ക് എന്തായാലും കൈ ഉയർത്തിയിട്ടുണ്ടപ്പോൾ മാതാജി കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യുധിഷ്ഠിരോവാച 6. സംപ്രേഷിതോ ദ്വാരകായാം ജിഷ്ണുർബന്ധൂദിദിക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. കൃഷ്ണ പ്രഭു, വായിക്കും. ശ്ലോകം 6. ഓം നമോ ഭഗവതേ വാസുദേവായ. യുധിഷ്ഠിരോവാച സംപ്രേഷിതോ ദ്വാരകായാം ജിഷ്ണുർബന്ധുദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാരാജാവ് യുധിഷ്ഠിരൻ ഇളയ ഭ്രാതാവായ ഭീമസേനോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ അർജുനന്റെ ബന്ധുമിത്രാദികളെ സന്ദർശിക്കാനും പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ച് അദ്ദേഹത്തിന്റെ ഭാവി പരിപാടികളെക്കുറിച്ച് അന്വേഷിച്ചറിയാനുമായി ദ്വാരകയിലേക്ക് അയച്ചിരുന്നു. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് ഭീമസേനോട് പറഞ്ഞു, ഞാൻ അർജുനനെ അയച്ചിട്ട് കുറച്ചു ദിവസമായി. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അയച്ചിട്ടുണ്ട്. എന്താണ് ഭഗവാൻ കൃഷ്ണന്റെ ഭാവി പരിപാടികൾ, അതേപോലെ നമ്മുടെ ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെ എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഒരു വിവരവും ഇല്ല അർജുനന്റെ എന്നുള്ളതാണ് യുധിഷ്ഠിര മഹാരാജാവ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്, ഇത്രയും ദിവസങ്ങളായി, മാസങ്ങളായിട്ടും. ഇനി ബാക്കി എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അടുത്ത 6-ാമത്തെ ശ്ലോകം മുതൽ. 7-ാമത്തെ ശ്ലോകം മുതൽ. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. जगद्गुरु श्रीला प्रभुपाद की जय. समवेत गौर भक्त वृंद की जय. सचिनंदन श्री गौर हरि की जय. श्रीला गुरुदेव की जय. गौड़ीय गुरु वृंद की जय. श्री वृंदावन धाम की जय. जय जय श्री राधेश्याम. निताय गौर प्रेमानंद. താങ്ക് യു. ഹരേ കൃഷ്ണ. കൃഷ്ണ, കഴിഞ്ഞ ശ്ലോകം പ്ലസ് ഈ ശ്ലോകം, ഈ രണ്ടിന്റെ അധ്യായത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കമന്റ്സ്? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രഭുജിയുടെ ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ